തിരുവനന്തപുരം നെടുമങ്ങാട്ടെ വയോധികന്റെ മരണത്തിൽ പരാതിയുമായി ബന്ധുക്കൾ. പൂവത്തൂർ സ്വദേശി മോഹനൻ 2 ദിവസം മുൻപ് കൂട്ടമർദ്ദനത്തിന് ഇരയായിട്ടുണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ആരോഗ്യനില മോശമായ മോഹനൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. തണുപ്പ് കൊണ്ട് കിടക്കുകയായിരുന്നു അവിടെ. നമ്മൾ അറിഞ്ഞപ്പോൾ 10 വരെ കണ്ടായി. അപ്പോൾ ആ തണുപ്പ് കൊണ്ട് കൈയും കാലം അനങ്ങാത്തതെന്ന് കരുതിയാണ് നമ്മൾ വരുന്നത്. എന്നിട്ട് രാവിലെ ആയപ്പോഴും കുറവില്ല എന്ന് തോന്നിയോണ്ടാണ് കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോഴാണ് സ്കാനിങ്ങിൽ കഴുത്തിലടി കൊണ്ടതാണ്. അങ്ങനെ പ്രതീക്ഷിക്കണ്ടെന്ന് പറഞ്ഞായിരുന്നു. അന്ന് ഡോക്ടർമാർ കേസ് എടുക്കണമെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാവിലെ കൊണ്ടുപോകാന്നുള്ള രീതിയിൽ കുടിച്ചോണ്ട് കിടക്കണമെന്നാണ് കരുതിയത്. വീട്ടിൽ വന്നപ്പോൾ ബോധമൊക്കെ ഉണ്ടായിരുന്നല്ലേ? നിങ്ങളുടെ ആരെങ്കിലും പേര് പറഞ്ഞായിരുന്നോ? പേര് പറഞ്ഞു. ആരാ? ഈ പറഞ്ഞ വേണു, ചെല്ലംകുട്ടുള്ള ഒരു ആശാരി വേണു, ഈ പെരുക്ക മോഹൻ എന്ന് പറഞ്ഞൊരു ഓട്ടോ ഡ്രൈവർ എന്നാണ് പറയുന്നത്. കേസിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ഉമേഷ്, എന്താണ് സംഭവിച്ചിട്ടുള്ളത്? കുടുംബത്തിന്റെ സംശയം എന്താണ്? ഈ കൂട്ടമായി ആരാണ് ഇങ്ങനെ ആക്രമിച്ചിട്ടുള്ളത് ഈ വയോധികനെ? റോഷ്നി, കുടുംബത്തിൻ്റെ സംശയത്തിന് കൂടുതൽ ബലം നൽകുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതും. 2 പേർ ഇപ്പോൾ നെടുമങ്ങാട് പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. കേസ് നടക്കുന്നത്, അതായത് 17-ാം തീയതിയായിരുന്നു സംഭവം നടക്കുന്നത്. 17-ാം തീയതി മോഹനൻ, അതായത് മരിച്ച മോഹനൻ വീട്ടിൽ നിന്ന് പോയ ശേഷം തിരിച്ച് മക്കളും 2 മക്കളുണ്ട്. ഇവർ നിരന്തരം മാറി മാറി മോഹനൻ്റെ മൊബൈലിൽ വിളിച്ചപ്പോഴും എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം മകൻ പോയി അന്വേഷിച്ചപ്പോഴാണ് തിരുവനന്തപുരം നെടുമങ്ങാട് സമീപത്തുള്ള മുക്കോല എന്ന സ്ഥലത്ത് ബസ് സ്റ്റാൻഡിൽ വീണ് കിടക്കുന്നു എന്ന് മറ്റൊരാൾ പറഞ്ഞറിയുന്നത്. അങ്ങനെ രാത്രിയോടുകൂടി മോഹനെ ഈ മക്കൾ വിഷ്ണു വീട്ടിലെത്തിച്ചപ്പോൾ ശരീരത്തിൽ തന്നെ വലിയ മുറിവുകളുണ്ടായിരുന്നു. മുഖത്ത് മുറിവുണ്ടായിരുന്നു, മൂക്കിൽ മുറിവുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ തന്നെ 2 പേർ മർദ്ദിച്ചു. 2 പേരെയും തനിക്കറിയാം. ഒരാളുടെ പേര് മോഹനൻ എന്നാണ്, മറ്റൊരാളുടെ പേര് വേണു എന്നാണ്. ഇവർ 2 പേരെയും തനിക്കറിയാവുന്ന ആളുകളാണ്. എന്താണ് മർദ്ദനത്തിന് കാരണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോൾ കാലനക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് 18-ാം തീയതി നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മോഹനെ എത്തിക്കുന്നത്. നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർ പരിശോധിച്ചപ്പോൾ തന്നെ സ്പൈനൽ കോഡിന് കാര്യമായ ക്ഷതമേറ്റിരുന്നു. അപ്പോൾ തന്നെ മക്കളോട് പറഞ്ഞിരുന്നു ഗുരുതരമാണ്, എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കണമെന്ന്. അതിനിടയിൽ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. പക്ഷേ പോലീസ് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലെത്തി മൊഴിയെടുത്തില്ല എന്നൊരു പരാതിയും കുടുംബത്തിനുണ്ട്. അതിനുശേഷം ഇന്നലെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. ഇന്ന് കുറച്ചു മുൻപാണ് മരണം സംഭവിക്കുന്നത്. അതിനുശേഷം മരിച്ചു എന്ന് ഉറപ്പായ ശേഷമാണ് നെടുമങ്ങാട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ 2 പേർ കസ്റ്റഡിയിലാണ്. മറ്റൊരു മോഹനൻ നായർ എന്ന ആളും മരിച്ചത്, മോഹൻ ആശാരി, മറ്റത് മോഹനൻ നായർ, കൂടാതെ മറ്റു 2ാമത് പ്രതി എന്ന് കരുതുന്ന വേണു. ഇവർ 2 പേരും ഇപ്പോൾ നെടുമങ്ങാട് പോലീസ് ചോദ്യം ചെയ്യുകയാണ്. അവർ കൃത്യമായ വിവരങ്ങൾ പറയുന്നില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇവരുടെ ഭാഗത്തുനിന്ന് മർദ്ദനം ഉണ്ടായിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. അത് തന്നെയാണോ മോഹനൻ്റെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം വരണം. എന്തായാലും ഗുരുതരമായ ഒരു മർദ്ദനവും അതേ തുടർന്നുള്ള ആഘാതത്തെ തുടർന്ന് ഒരു 62-കാരൻ മരിച്ചിരിക്കുന്നു എന്നുള്ള ദാരുണമായ ഒരു വാർത്ത കൂടിയാണ് ഈ സമയം റിപ്പോർട്ട് ചെയ്യാനുള്ളത്. റോഷ്നി. ശരി ഉമേഷ്.